പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തിൽ മറ്റൊരു പ്രധാന വാർത്ത. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായി തിരശ്ശീലയിൽ മലയാളി താരം ഉണ്ണി മുകുന്ദൻ എത്തുന്നു. മാ വന്ദേ എന്നാണ് ചിത്രത്തിന്റെ പേര്. ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും ചിത്രം റിലീസിനെത്തും. ഹരികൃഷ്ണൻ വിവരങ്ങളുമായി. ഹരി, വലിയൊരു പ്രഖ്യാപനമാണ്. നരേന്ദ്രമോദിയുടെ വ്യക്തി ജീവിതമായിരിക്കും കൂടുതൽ ഈ സിനിമയിൽ ഉണ്ടാവുക എന്ന സൂചനകൾ കൂടി ഇപ്പോൾ ഉണ്ണി മുകുന്ദന്റെ പോസ്റ്റിലൊക്കെ വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ? ശ്രീജ, ഉണ്ണി മുകുന്ദനെ നായകനാക്കിക്കൊണ്ട് തെലുങ്കിൽ ഈ സിനിമ സംവിധാനം ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മാ വന്ദേ എന്നാണ് ചിത്രത്തിൻ്റെ പേര്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സിനിമ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും ഡബ്ബ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. മാത്രമല്ല ഇംഗ്ലീഷിലും ഈ സിനിമ ഡബ്ബ് ചെയ്യപ്പെടും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു. ഉണ്ണി മുകുന്ദനും അമ്മയും ഒത്തുള്ള ഒരു പ്രത്യേകിച്ച് അമ്മയെക്കുറിച്ച് നരേന്ദ്രമോദി പറഞ്ഞൊരു വാചകം, മദേഴ്സ് കറേജ് സ്ട്രോങ്ങർ ദാൻ മെനി ബാറ്റിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയുടെ ആ ഒരു കോട്ട് എടുത്തുകൊണ്ടാണ് ഈ പോസ്റ്ററിൽ പ്രധാനമായും എടുത്തിരിക്കുന്നത്. ഇത് തെലുങ്കിലായിരിക്കും ഈ സിനിമ ഷൂട്ട് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. അത് സംവിധാനം ചെയ്യുന്നത് ക്രാന്തികുമാർ CK എന്നതാണ്. ക്രാന്തികുമാറും ഉണ്ണി മുകുന്ദനും തമ്മിലൊരു ചിത്രം പങ്കുവച്ചിരുന്നു. അപ്പോൾ പോലും ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളതിൽ യാതൊരുവിധ ഒരു തരത്തിലുമുള്ള അഭ്യൂഹങ്ങളും പരന്നിരുന്നില്ല. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ അണിയറ പ്രവർത്തകരെ കുറിച്ചാണ്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ, ചോദിച്ചതുപോലെ തന്നെ, രവി ബസ്രൂർ, ഇപ്പോൾ KGF പോലൊരു സിനിമയുടെ മ്യൂസിക് ചെയ്യുന്ന രവി ബസ്രൂർ ഈ സിനിമയുടെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നു. എഡിറ്ററായി ശ്രീകർ പ്രസാദ് വരുന്നു. ശ്രീകർ പ്രസാദ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഡിറ്ററാണ്. അതോടൊപ്പം തന്നെ ആക്ഷനായിട്ട് സ്റ്റണ്ട് ചെയ്യുന്നത് കിങ് സോളമൻ തന്നെയാണ്. സാബു സിറിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ. സാബു സിറിൽ നമുക്കറിയാം ബാഹുബലി ഉൾപ്പെടെയുള്ള സിനിമകളുടെ പ്രൊഡക്ഷൻ ഡിസൈനറാണ്. അതോടൊപ്പം തന്നെയാണ് ഈ സിനിമയ്ക്ക് ക്യാമറ കൈകാര്യം ചെയ്തതിലുൾപ്പെടെ ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ KK സെന്തിൽകുമാർ എന്ന് പറയുന്നത് രാജമൗലിയുടെ ചിത്രങ്ങളെല്ലാം DOP ചെയ്യുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ബാഹുബലിയും RRR തുടങ്ങിയ സിനിമകൾക്കൊക്കെ DOP ചെയ്ത വ്യക്തിയാണ് സെന്തിൽകുമാർ. അങ്ങനെ ഈ സിനിമയ്ക്ക് തെലുങ്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നീഷ്യൻസ്, അവിടുത്തെ സിനിമാറ്റോഗ്രാഫർ, രവി ബസൂർ പോലുള്ള മ്യൂസിക് ഡയറക്ടർ, അങ്ങനെ എല്ലാ രീതിയിലും ഇത് വളരെ കമേഴ്ഷ്യലി ആണ് ഈ സിനിമ പോകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇതൊരു അവാർഡ് സിനിമയാക്കി മാറ്റാതെ ഇതൊരു കമേഴ്ഷ്യലൈസ്ഡ് സിനിമയാക്കി തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ അണിയർ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത് എന്നതും കൂടി നോക്കണം. അതോടൊപ്പം തന്നെ പല അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നത് ഒരു ദേശീയ അവാർഡിന് വേണ്ടിയിട്ടുള്ള ഉണ്ണി മുകുന്ദൻ്റെ ശ്രമമാണോ എന്ന് തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ അപ്രതീക്ഷിതമായിട്ട് തന്നെ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റർ പുറത്തുവിട്ടിരുന്നു. പ്രത്യേകിച്ച് ഈ സിൽവർ കാസ്റ്റ് ക്രിയേഷൻസ് ആണ് ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കൈകാര്യം ചെയ്യുന്നത്. അവരുടെ രണ്ടാമത്തെ പ്രൊഡക്ഷനാണിത് എന്നത് മാത്രമായിരുന്നു. ഒരു പൊളിറ്റിക്കൽ ലീഡറിൻ്റെ ഒരു പടം പിന്നിൽ വെച്ചുകൊണ്ട് നാളെയായിരിക്കും ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞു. പക്ഷേ ഇത് നരേന്ദ്രമോദിയുടെ പിറന്നാളായതുകൊണ്ട് തന്നെ പല അഭ്യൂഹങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത് മോദിയുടെ സിനിമയായിട്ട് വരുന്നു. അതിൽ നായകനായി എത്തുന്നത് ഉണ്ണി മുകുന്ദനാണ്. പ്രത്യേകിച്ച് മാർക്കോ പോലൊരു സിനിമയിലൂടെ പാൻ ഇന്ത്യൻ തലത്തിലേക്കും ഉണ്ണി മുകുന്ദൻ ശ്രദ്ധാകേന്ദ്രമായി മാറി. ഇന്ത്യ ഒട്ടാകെ തന്നെ മാർക്കോയുടെ തരംഗം ഉണ്ണി മുകുന്ദനെ ഇന്ത്യയിലെ മറ്റ് പ്രധാന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഉണ്ണി ഒരു വൈഡ് റീജിലേക്ക് മാർക്കോ മാറ്റിയിട്ടുണ്ട് എന്നത് നിസ്സംശയം പറയാൻ സാധിക്കും. അതിനുശേഷം ഉണ്ണിയുടെ ഒരു സിനിമ ഇറങ്ങി, പക്ഷേ അത് തിയേറ്ററുകളിൽ പരാജയമായി മാറിയിരുന്നു. പക്ഷേ ഏവരും ഉറ്റുനോക്കുന്ന ഒരു വലിയ സിനിമയായിട്ട് തന്നെ മോദിയുടെ ചിത്രം മാറുന്നു. നേഷൻ വൈഡ് തന്നെ ഇതിപ്പോൾ സംസാരമായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മോദിയുടെ 75ാം പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് തന്നെ ഈ ഒരു പോസ്റ്റർ പുറത്തുവിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ണി മുകുന്ദന് നിലവിലുണ്ടാകുന്ന പാൻ ഇന്ത്യൻ റീജിയൻ അപ്പുറത്തേക്ക് ഈ സിനിമ സംസാരിക്കപ്പെടുന്നു എന്നുള്ളത് കൂടിയാണ്. ശരിയാണ് ഹരി. ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ എല്ലാം ഈ വാർത്തയാണ്. മലയാളത്തിൽ നിന്നുള്ള താരം ഉണ്ണി മുകുന്ദൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവചരിത്ര സിനിമയിൽ നരേന്ദ്രമോദിയായി വേഷമിടുന്നു എന്നത് മലയാളത്തിന് വളരെ അഭിമാനകരവും ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു വാർത്തയാണ്. ഉണ്ണി മുകുന്ദൻ്റെ ചിത്രം മാ വന്ദേ, നരേന്ദ്രമോദിയായി ഉണ്ണി മുകുന്ദനാണ് വേഷമിടുന്നത്. ഈ വാർത്തയോടെ തൽക്കാലം നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം. ന്യൂസ്